ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ASAP. നമ്മളിന്ന് നോക്കുന്നത് SSC-GD ന്യൂ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസിയാണ്, ഏതൊക്കെയാണ് സിലബസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഡിസംബർ 1-ാം തീയതിയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവർ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ന് തൊട്ടിട്ടൊക്കെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം നോക്കാം. നോക്കൂ, 1/12/2025 തൊട്ട് 31/12/2025 വരെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ 31/12/2025 23 മണി. 23 പറഞ്ഞാൽ 11 മണി കേട്ടോ. ഇനി അടുത്ത് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് മേക്കിംഗ് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം 23 മണി വരെ, അതായത് 11 മണി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് അടക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലാസ്റ്റൊക്കെ ആയിട്ട് നിങ്ങൾ വെക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സൈറ്റ് കുറച്ച് ബിസി ആവും, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം അപ്ലൈ ചെയ്യണം. പിന്നെ ഇതിനകത്ത് പറയുന്നത് നമ്മൾ എക്സാമിന് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തതിനകത്ത് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്ഷൻ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. നമുക്ക് 8/1/2026 തൊട്ട് 10/1/2026 വരെയാണ് എന്ത് വരുന്നത്, അതിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ജനുവരി 8-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെയുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് നമ്മുടെ എക്സാം നമുക്ക് ടെൻഡേറ്റീവ് ഷെഡ്യൂൾ ഫോർ ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ വരെ, ഏപ്രിൽ 2026 വരെയാണ് എന്ത് വരുന്നത്, നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പേ സ്കെയിലാണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് പേ ലെവൽ 3 ആണ് കേട്ടോ. പേ ലെവൽ 3 ആണ്. അതായത് ഒരാൾക്ക് 21,700 തൊട്ടിട്ട് 69,100 രൂപ വരെ നമുക്ക് എല്ലാ പോസ്റ്റിനും നമുക്ക് സാലറി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏതൊക്കെ പോസ്റ്റ്, ഇവിടെ BSF വരുന്നുണ്ട്, CISF വരുന്നുണ്ട്, CRPF ഉണ്ട്, SSB ഉണ്ട്, ITBP ഉണ്ട്, AR. നോക്ക്, ഇതിനകത്ത് മെയിൽ വേക്കൻസി ഉണ്ട്. മെയിൽ വേക്കൻസി ഇവിടെ SC ST OBC EWS അതുപോലെ തന്നെ UR കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോട്ടലായിട്ട് എത്ര വേക്കൻസി ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ഇവിടെ SC ST ഉണ്ട്, അതുപോലെ തന്നെ OBC ഉണ്ട്, EWS ഉണ്ട്, UR ഉണ്ട്. അടുത്തത് SSFൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്ക്, ടോട്ടലായിട്ടുള്ള വേക്കൻസി ഓരോ സെക്ഷൻ വൈസ്, അതായത് OBC SC ST ഉള്ള വേക്കൻസിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആകെ വേക്കൻസി എന്ന് പറയുന്നത് 25,487 വേക്കൻസിയാണ്. നമ്മളിനി നോക്കുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 തൊട്ട് 23 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏജ് ലിമിറ്റ് നോക്കുന്ന ദിവസം എന്ന് പറയുന്നത് 1/1/2026 നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയാവും വേണം, 23 വയസ്സ് തികയാനും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ OBC ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10th പാസ്സാവണം. 10th പാസ്സാവുന്നത് പറയുന്നത് 1/1/2026 ആകുമ്പോഴത്തേക്ക് എന്ത് പാസ്സാവണം, 10th പാസ്സായിരിക്കണം. ഇനി അപ്ലിക്കേഷൻ ഫീനെ കുറിച്ചിട്ട് നോക്കാം. നമുക്ക് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. അതിനകത്ത് വിമൺ കാൻഡിഡേറ്റ്സിനും SC ST കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എക്സ് സർവീസ്മെന്നിനും ഫീയിൽ എക്സംഷൻ ഉണ്ട് കേട്ടോ. ഇനി എക്സാമിന് ഏതൊക്കെ സിലബസ് ആണ്, ഏതൊക്കെ പോർഷൻസ് ആണ് ചോദിക്കുക എന്നുള്ളതാണ്. 4 പാർട്ടായിട്ടാണുള്ളത്. പാർട്ട് A എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആണ്. അത് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ. അതായത് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക്, അങ്ങനെ 40 മാർക്കിനാണ് പാർട്ട് A എന്നുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്. അതിനകത്ത് GK, നിങ്ങൾക്ക് ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, പിന്നെ എക്കണോമിക്സ്, പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ, പിന്നെ കറണ്ട് അഫയേഴ്സ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് എല്ലാതും വരും. അത് 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനകത്ത് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ പാർട്ട് C എന്ന് പറയുന്നത് എലിമെൻ്ററി മാത്തമാറ്റിക്സ്. മാത്സ് എന്ന് പറയുന്നത് പക്ക ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുകയുള്ളൂ. അതങ്ങനെ 20 ക്വസ്റ്റ്യൻ, അതിൽ 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി പാർട്ട് D എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് എന്നുള്ളതാണ്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അങ്ങനെ 40 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 160 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുന്നത്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്
60 മിനിറ്റ് 1 ഹവറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്ക് GDൻ്റെ കട്ട് ഓഫ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ കട്ട് ഓഫാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നല്ല വേക്കൻസി ഉണ്ട്, 25,487 വേക്കൻസി ഉണ്ട്. നമ്മൾ SSC GDയുടെ പുതിയ ഒരു ബാച്ച് ഈ ജനുവരി 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വേറെ വീഡിയോയിൽ വരാം. താങ്ക്